എല്ലാവരും പുകഴ്ത്തുന്ന എന്നാൽ വില വളരെ കൂടുതലായിട്ടുള്ള ഒരു സൂപ്പർ കമ്പനി നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലുണ്ടോ? ഏതരംഗം കൊടുമ്പിരി കൊള്ളിരിക്കുന്ന ഈ സമയത്ത് പലരും ഇങ്ങനെയുള്ള ഓഹരികൾ വാങ്ങിക്കൂട്ടുകയാണ്. മറ്റുള്ളവർ ലാഭമുണ്ടാക്കുന്നത് കാണുമ്പോൾ ഒരുപക്ഷെ ഇതൊരു കുമിളയാണോ എന്ന സംശയം തോന്നിയാൽ പോലും നാം അതിലേക്ക് ആകർഷിക്കപ്പെടും. കൃത്യമായി ഇതേ അവസ്ഥയിലായിരുന്നു 2001 ലോകമെമ്പാടുമുള്ള നിക്ഷേപകർ. അക്കൊല്ലമാണ് .com കുമിള പൊട്ടിയതും അമേരിക്കയിൽ ഭീകരാക്രമണം നടന്നതുമെല്ലാം. മാർക്കറ്റ് തകർന്നടിഞ്ഞ ആ സമയത്താണ് വാറൻ ബഫറ്റ് തന്റെ വിഖ്യാതമായ വരി കുറിച്ചത്. ആഫ്റ്റർ ഓൾ യു ഓൺലി ഫൈൻഡ് ഔട്ട് ഹു ഇസ് സ്വിമ്മിംഗ് നേക്കഡ് വെൻ ദ ടൈഡ് ഗോസ് ഔട്ട്. അതായത് വിപണി തകരുമ്പോൾ മാത്രമാണ് ആരുടെയൊക്കെയാണ് നിക്ഷേപ തന്ത്രങ്ങൾ പാളിയതെന്ന് വ്യക്തമാവുക. അപകടം തിരിച്ചറിയുന്നതും അതിനനുസരിച്ച് മാറുന്നതും തമ്മിലുള്ള വലിയ വ്യത്യാസത്തെക്കുറിച്ച് ബഫറ്റ് അന്ന് സംസാരിച്ചു. സ്വന്തം നിക്ഷേപങ്ങളിൽ വന്ന പിഴവുകൾ പോലും അദ്ദേഹം തുറന്നു സമ്മതിക്കുകയും ചെയ്തു. തന്റെ ബിസിനസ് ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു വർഷത്തിന് ശേഷം വാറൻ ബഫറ്റ് ഒരു കത്തെഴുതി. കമ്പനിയുടെ ലാഭം ഇടിഞ്ഞപ്പോൾ ഒഴിവ് കഴിവുകൾ പറയാതെ തന്റെ പ്രകടനം വളരെ മോശമായിരുന്നു എന്ന് അദ്ദേഹം തുറന്നു സമ്മതിച്ചു. സ്വന്തം തെറ്റുകളിൽ നിന്ന് അദ്ദേഹം പഠിച്ച വലിയ പാഠങ്ങളാണ് ആ കത്തിന്റെ ഉള്ളടക്കം. പല നിക്ഷേപകർക്കും വരാനിരിക്കുന്ന അപകടങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞേക്കും, പക്ഷേ അതിനനുസരിച്ച് മുൻകരുതലുകൾ എടുക്കാൻ മടിക്കാറുണ്ട്. ബഫറ്റ് ഇതിനെ നോഹയുടെ നിയമം എന്നാണ് വിളിക്കുന്നത്. മഴ പെയ്യുമെന്ന് പ്രവചിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനു മുൻപേ പെട്ടകം പണിയാൻ നമുക്ക് കഴിയണം. ബിസിനസ്സിൽ അപകട സാധ്യതകൾ അളക്കുമ്പോൾ മുൻകാല അനുഭവങ്ങളെ മാത്രം ആശ്രയിക്കുന്നത് അപകടമാണ് എന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. വിപണി വളരെ ശാന്തമായിട്ടിരിക്കുമ്പോൾ വലിയ തട്ടിപ്പുകളും പിഴവുകളും പുറത്തു കാണില്ല, പക്ഷെ അവിടെയാണ് യഥാർത്ഥ റിസ്ക് ഒളിഞ്ഞിരിക്കുന്നത്. നിക്ഷേപത്തിൽ മികച്ച വിജയങ്ങൾ നേടുന്നതിനേക്കാൾ പ്രധാനം വലിയ മണ്ടത്തരങ്ങൾ ചെയ്യാതിരിക്കുക എന്നതാണ് കാര്യം. ഇല്ല എന്ന് കൃത്യസമയത്ത് പറയാനുള്ള അച്ചടക്കമാണ് ഒരു നല്ല നിക്ഷേപകന് വേണ്ടത്. തന്റെ പല തെറ്റായ തീരുമാനങ്ങളും, പ്രത്യേകിച്ച് ഡെക്സ്റ്റർ ഷൂസ് വാങ്ങിയതുപോലുള്ള വലിയ പിഴവുകൾ അദ്ദേഹം പരസ്യമായി സമ്മതിക്കാൻ മടിച്ചിരുന്നില്ല. സ്വന്തം തെറ്റുകൾ പരിശോധിക്കാൻ തയ്യാറാകാത്തവർ അത് വീണ്ടും ആവർത്തിക്കുമെന്നതാണ് സത്യം. കമ്പനികൾ തങ്ങളുടെ മോശം സാമ്പത്തികാവസ്ഥ മറച്ചുവെക്കാൻ ഉപയോഗിക്കുന്ന എബിഡ പോലെയുള്ള കപട പദപ്രയോഗങ്ങളെ അദ്ദേഹം ശക്തമായി വിമർശിച്ചിരുന്നു. യഥാർത്ഥ സത്യസ്ഥരായ മാനേജർമാർ മോശം വാർത്തകളെ ലളിതമായി പറയും, എന്നാൽ വാക്കുകൾ വളച്ചൊടിക്കുന്നവർ നിങ്ങളുടെ കാഴ്ചപ്പാടിനെയാണ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. കമ്പനികളുടെ അക്കൗണ്ടിംഗ് പലപ്പോഴും സ്വന്തമായി മാർക്കിടുന്ന ഒരു പരീക്ഷ പോലെയാണ്. പ്രത്യേകിച്ച് കടുത്ത പ്രതിസന്ധിയിലായ കമ്പനികൾ അവരുടെ യഥാർത്ഥ അവസ്ഥ ഒരിക്കലും വെളിപ്പെടുത്തില്ല. എൽട്രോൺ അഴിമതി ചൂണ്ടിക്കാട്ടി ഓഹരി ഉടമകളെ പങ്കാളികളായി കാണാതെ അവരെ സ്വന്തം ഇരകളാക്കി സ്വന്തം പോക്കറ്റ് നിറയ്ക്കുന്ന സിഇഒമാരെ ബഫറ്റ് രൂക്ഷമായി വിമർശിച്ചിരുന്നു. സ്വന്തം പണം കൂടി ബിസിനസ്സിൽ പണയപ്പെടുത്തിയിട്ടുള്ള ലാഭവും നഷ്ടവും ഒരുപോലെ പങ്കിടുന്ന മാനേജർമാരെയാണ് നാം വിശ്വസിക്കേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. ഇത്രയും വലിയ തകർച്ചയ്ക്കിടയിലും ബഫറ്റ് ശുഭാപ്തി വിശ്വാസം കൈവിട്ടിരുന്നില്ല. വിപണിയിലെ കൊടുമുടികൾ തകരുമെന്നും അപ്രധാനമെന്ന് കരുതിയവ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. .com കുമിള തകർന്ന കൃത്യമായി അതേ ദിവസം തന്നെയാണ് ബഫറ്റിന്റെ കമ്പനിയുടെ ഓഹരികൾ ഏറ്റവും താഴ്ന്ന നിരക്കിലെത്തിയത്. വിപണിയുടെ ഈ താളം മനസ്സിലാക്കി തകർച്ചകളിൽ ഭയപ്പെടാതെ സ്വന്തം തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ ദീർഘകാലാടിസ്ഥാനത്തിൽ സമ്പത്ത് സൃഷ്ടിക്കാൻ സാധിക്കൂ എന്ന വലിയ പാഠമാണ് ബഫറ്റ് ഈ കത്തിലൂടെ നൽകിയത്. വാറൻ ബഫറ്റിന്റെ ഈ വാക്കുകൾ കേവലം ചില നിക്ഷേപ തന്ത്രങ്ങൾ മാത്രമല്ല, വിപണിയിലെ ഏത് പ്രതിസന്ധിയെയും അതിജീവിച്ച് മുന്നേറാനുള്ള ഒരു വലിയ ജീവിത പാഠമാണ്. വിപണിയിൽ ലാഭം കൊയ്യുന്ന നല്ല സമയങ്ങളിൽ ആർക്കും മിടുക്കനാകാം, എന്നാൽ യഥാർത്ഥ വിജയികൾ ആരാണെന്ന് നിശ്ചയിക്കുന്നത് തകർച്ചകളുടെ കാലത്താണ്. വിപണിയിലെ താൽക്കാലിക തരംഗങ്ങൾക്ക് പിന്നാലെ അന്ധമായി പായുന്നതിനേക്കാൾ പ്രധാനം സ്വന്തം പിഴവുകൾ തുറന്ന് സമ്മതിക്കാനും അച്ചടക്കത്തോടെ മുന്നൊരുക്കങ്ങൾ നടത്താനും തയ്യാറാകുക എന്നതാണ് വലിയ കാര്യം. വലിയ വിജയങ്ങൾ നേടുന്നതിനേക്കാൾ വലിയ മണ്ടത്തരങ്ങളിൽ നിന്ന് സ്വന്തം സമ്പാദ്യത്തെ സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കുക എന്നതാണ് ദീർഘകാലാടിസ്ഥാനത്തുള്ള സമ്പത്ത് സൃഷ്ടിയുടെ യഥാർത്ഥ രഹസ്യമെന്ന് ഈ പാഠങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.